ക്രിയാത്മകമായ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഈ ജനവിരുദ്ധതയ്ക്കെതിരായി ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വൻപിച്ച മുന്നേറ്റത്തിന് വഴിയൊരുക്കുക എന്ന വ്യക്തമായ ലക്ഷ്യമാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അവസ്ഥ പരിശോധിച്ചാൽ ജനജീവിതം ഇത്രയേറെ ദുരിതപൂർണമാക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റ് കറണ്ട് ചാർജ് 3 പ്രാവശ്യം കൂട്ടി, ബസ് ചാർജ് നിരവധി പ്രാവശ്യം വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു, വീട്ടുകരം വർദ്ധിപ്പിച്ചു, വീട് നിർമ്മിക്കുന്നതിനും കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ലൈസൻസ് ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ് 100 മടങ്ങ് 200 മടങ്ങ് കണ്ട് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം 300 മടങ്ങ് കണ്ട് വർദ്ധിപ്പിച്ചു. എന്തിനേറെ പറയുന്നു, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം ഉണ്ടായതിനു ശേഷം ആ ഗവൺമെന്റ് മാവേലി സ്റ്റോർ അടക്കമുള്ള പൊതുവിതരണ ശൃംഖലയിലൂടെ വിതരണം ചെയ്യുന്ന 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് കേരളത്തിൽ ഒരു ഗവൺമെന്റ് വില വർദ്ധിപ്പിക്കാതിരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില 25% കൊണ്ട് വർദ്ധിപ്പിച്ചു. വിലക്കയറ്റം കൊണ്ട് പൊറുതി കൂട്ടുന്നു. പെട്രോൾ, ഡീസൽ അധിക നിരക്കും അമിതമായ വിലവർദ്ധനവും അടിച്ചേൽപ്പിച്ചതിന് ശേഷം 2026 തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബാലഗോപാലൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ആനുകൂല്യങ്ങളുടെ പെരുമഴ. ഇപ്പോഴും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഈ സംസ്ഥാന ഗവൺമെന്റ് വായ്പയെടുത്തത് വികസന പ്രവർത്തനത്തിനും ക്ഷേമ പ്രവർത്തനത്തിനും വേണ്ടിയിട്ടില്ല, ധൂർത്തും ആർഭാടവും. നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, KSRTC ബസ്സുകളിൽ പരസ്യം ചെയ്യുന്ന പറയുന്ന പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ്. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർന്നു. സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഖജനാവിനെ കൊണ്ടുവന്നിച്ചു. വിനാശകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഇനിയും തുടർന്നാൽ കേരളത്തിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഈ തകർന്നടിഞ്ഞ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ വ്യാവസായിക രംഗത്ത്, തൊഴിൽ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത് ഞാൻ വിശദീകരിക്കുന്ന മറ്റു നേതാക്കന്മാർ സംസാരിക്കും. ആരോഗ്യ പരിപാലനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്രയേറെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും കഴിവുകേടുമുള്ള ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള വൻപിച്ച ജനവികാരം ഈ സംസ്ഥാനത്ത് ഉയർന്നു വന്നിരിക്കുന്നു. അതാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ വിവിധ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സംസ്ഥാനത്ത് നടന്ന മുഴുവൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ചേലക്കര നിയോജക മണ്ഡലം ഒഴികെയുള്ള മുഴുവൻ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഉജ്ജ്വലമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചു. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവർ നടന്നു. അതിലെല്ലാം ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രൂപത്തിൽ UDF വൻപിച്ച മുന്നേറ്റം. അതുകൊണ്ടാണ് ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു, ജനവിരുദ്ധതയുടെ പര്യായമായി തീർന്നിട്ടുള്ള ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുകൊണ്ടുള്ള ഒരു സൽഭരണം സംസ്ഥാനത്തിന് പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ വ്യക്തമായ കർമ്മപരിപാടികളുമായിട്ടാണ് UDF ഈ ജാഥയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടി ഞങ്ങൾ ഈ ജാഥയിൽ ബഹുജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. അത് മറ്റൊന്നുമല്ല, വർഗീയ വിരുദ്ധതയുടെ രാഷ്ട്രീയം. ഇന്ന് കേരളത്തിന്റെ സാമൂഹ്യ മനസ്സ് എങ്ങനെ നിൽക്കുന്നു നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. കേരളത്തിലെ സാമുദായിക നേതാക്കളുടെ വിവിധ പ്രതികരണങ്ങൾ എങ്ങനെയുണ്ടായി? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു പുതിയ രാഷ്ട്രീയ സംഭവവികാസം. ബോധപൂർവമായി CPM കേരളത്തിൽ വളർത്തിക്കൊണ്ടുവന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയം. എന്തായിരുന്നു കാര്യമെന്ന് ചോദിച്ചാൽ 2024 തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ RSSന്റെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP NDA ഗവൺമെന്റിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയിൽ മൂവർണ്ണ കൊടി പിടിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ ചേരിക്ക് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവോടുകൂടി, ആ രാഷ്ട്രീയ വിവേകത്തോടുകൂടി കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ, കേരളത്തിലെ മതേതര ബോധമുള്ള ജനാധിപത്യ മനസ്സുള്ള കേരളത്തിലെ ജനത
വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി 20 സീറ്റിൽ 18 സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നൽകി ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നലെ കഴിഞ്ഞ 2 ലോക്സഭകളിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്നെങ്കിൽ 100-ലധികം സീറ്റ് കോൺഗ്രസ് വാങ്ങി, 234 സീറ്റ് വാങ്ങി, കേവലം 40 സീറ്റുകളുടെ വ്യത്യാസത്തിൽ കേരളത്തിൽ മതേതര ജനാധിപത്യ ചേരിയുടെ ശക്തി അല്ലെങ്കിൽ അതിന്റെ ശാക്തീകരണം സാധ്യമാക്കി. ഇന്ന് നരേന്ദ്രമോദിക്ക് പാർലമെന്റിൽ ഇഷ്ടം പോലെ നിയമങ്ങൾ പാസാക്കാൻ കഴിയുന്നില്ല, നയം നടപ്പാക്കാൻ കഴിയുന്നില്ല. പ്രബലമായ ശക്തമായ പ്രതിപക്ഷം ഇന്ത്യൻ പാർലമെന്റിൽ. നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ മെനങ്ങാന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ ചർച്ചയ്ക്ക് മറുപടി പറയാൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ള പ്രധാനമന്ത്രി. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റിയാണ്, ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയാനും ഗവൺമെന്റിന്റെ നയപരമായ വീക്ഷണങ്ങൾ സഭയെ അറിയിക്കാനുമുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പിന്തിരിഞ്ഞോടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, ഞങ്ങളെല്ലാം സാക്ഷി, രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചും അതിനാധാരമായിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു പുസ്തകം ഉയർത്തി കാണിച്ചു. അതിലെ വിശദാംശങ്ങൾ പറയാൻ തുനിഞ്ഞപ്പോ പുസ്തകം കോട്ട് ചെയ്യാൻ പാടില്ല, പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന സാങ്കേതികത്വം ഉയർത്തി. രാഹുൽ ഗാന്ധി പുസ്തകം താഴ്ത്തി വെച്ചു. എന്നാൽ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു വാരിക ഉയർത്തി കാണിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ആർമിയുടെ ചീഫ് ഇന്ത്യ ചൈന സംഘർഷം ദോക്ലാമിൽ ഉണ്ടായ സമയത്ത് ചൈനീസ് പട്ടാളം, സായുധ പട്ടാളം നമ്മുടെ അതിർത്തി ഭേദിക്കാൻ പര്യാപ്തമായ നിലയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മുമ്പിൽ നിലയുറപ്പിക്കുന്ന ഘട്ടത്തിൽ എന്ത് വേണമെന്ന് ഭരണ നേതൃത്വത്തോട്, രാഷ്ട്രീയ നേതൃത്വത്തോട് ആർമി ചീഫ് ആവശ്യപ്പെട്ടപ്പോ 2 മണിക്കൂർ നേരം മറുപടി കിട്ടിയില്ല. മറുപടി ലഭിക്കുന്ന സമയമായപ്പോൾ അവർ അടുത്തെത്തി. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ആർമി ചീഫിന് കൊടുത്ത സന്ദേശം, നിങ്ങൾക്ക് ഉചിതമായത് എന്തെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഇതായിരുന്നു 1971 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലുണ്ടായ ബംഗ്ലാദേശിനെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യ പാക് യുദ്ധം. രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം വേണ്ടി സംഘർഷത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ചൈന എന്ന വാക്കുച്ചരിക്കാൻ പാടില്ല. പണ്ടേതോ സിനിമയിൽ, ശ്രീനിവാസന്റെ സിനിമയിൽ പറഞ്ഞ് പോളണ്ട് എന്ന വാക്ക് ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ ചൈന എന്ന വാക്കുച്ചരിക്കാൻ പാടില്ല. പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിയോജിപ്പിന്റെ സ്വരത്തെ അടിച്ചമർത്തുക, പ്രതിപക്ഷത്തെ സഭയിൽ നിശബ്ദമാക്കുക. ഞാൻ സൂചിപ്പിച്ചു എന്നതല്ല, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ മതേതര ജനാധിപത്യ ചേരി ശക്തിപ്പെടുന്നു എന്ന കൃത്യമായ ബോധ്യം വന്നപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിം സമൂഹം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമൂഹം കോൺഗ്രസിനോടൊപ്പം, ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം, ഇന്ത്യ മുന്നണിയോടൊപ്പമുള്ള ചേരിയാണ് എന്ന് ബോധ്യം വന്നപ്പോൾ CPM കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന് രൂപം കൊടുത്തു. അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച്, ന്യൂനപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച്, ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച്, മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ച്, വർഗീയമായ വിഭജനത്തിലൂടെ വിഭാഗീയതയുണ്ടാക്കി, ഭൂരിപക്ഷത്തിന്റെ പിന്തുണത്തോടുകൂടി കേരളത്തിൽ തുടർഭരണം സാധ്യമാക്കുക എന്നുള്ളതാണ് CPM കേരളത്തിൽ പരീക്ഷിക്കുന്ന അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട്. അതിനെയാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടത്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ശ്രീ കെ മുരളീധരൻ സംസാരിച്ചിട്ടുള്ള LDF പരസ്പര ധാരണയോടെ, അന്തർധാരയായിരുന്നു ഇന്നലെ വരെയെങ്കിൽ പരസ്യമായ ധാരണയായി PM ശ്രീ പദ്ധതിയിലൂടെ ഞാനും നിങ്ങളും കണ്ടു. അത്തരത്തിലൊരു അവിഹിതമായ രാഷ്ട്രീയ സഖ്യം, രാഷ്ട്രീയ ധാരണ കേരളത്തിൽ രൂപപ്പെടും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ.
മതപരമായ വിഭാഗീയതയിലൂടെ ഒരു ധ്രുവീകരണം സൃഷ്ടിച്ച് ന്യൂനപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് അതിലും ഇൻ പർട്ടിക്കുലർ വ്യക്തമായി ഞാൻ പറയുന്നു മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ സാമുദായിക ധ്രുവീകരണം സൃഷ്ടിച്ചു അയ്യപ്പ സംഗമത്തെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവവാസങ്ങൾ കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള സാമുദായിക നേതാക്കന്മാർ ഇന്നലകളിൽ